രാഘവൻ MP ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ M. K. രാഘവൻ, ഇപ്പോൾ ഏറ്റവും നമ്മൾക്ക് മനസ്സിലാക്കുന്ന ഏറ്റവും ഒടുവിലത്തെ കാര്യം ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതിനകത്തുള്ള ചില സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെയാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈ തെരച്ചിൽ കാര്യക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അർജുന്റെ കുടുംബം അടക്കം. എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? എന്തെങ്കിലും ആശയവിനിമയം നടക്കുന്നുണ്ടോ? ഞാൻ ഇന്നലെയുമായി ലോക്കൽ MLA സംസാരിച്ചാണ്, സതീഷുമായി. അദ്ദേഹം പറഞ്ഞത് ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നതിന്റെ തടസ്സവുമില്ല, സാമ്പത്തിക പ്രശ്നവുമില്ല. അത് കൊണ്ടുവരാനുള്ള ഒരു മാർഗ തടസ്സങ്ങളെ കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. ഏത് വഴിയാണ്, എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതാണ് അവരുടെ ചിന്ത. അതല്ലാതെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളോ അല്ലെങ്കിൽ അതിന്റെ കഴിവില്ലായ്മയോ ഒന്നും അവിടെ വിഷയമാകുന്നില്ല. കാരണം കർണാടക ഗവൺമെന്റും പറഞ്ഞിട്ടുണ്ട്, ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട് ഇതിനാവശ്യമായിട്ടെല്ലാം ചെയ്യുന്നുണ്ട്. MLA ഇന്നലെയും പറഞ്ഞിട്ടുണ്ട് അതൊരു വിഷയമല്ല. പക്ഷെ ഗോവയിൽ നിന്ന് കൊണ്ടുവരേണ്ടതുണ്ട്. അത് കൊണ്ടുവരാനുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്. 22-ാം തീയതി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. അത് കൂടാതെ ഇന്നലെ മുതൽ വീണ്ടും ഈ അണ്ടർ കറൻസ് ശക്തമായി കൂടിയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ടാണ് ഇന്നലെ അതിന്റെ അവരുടെ ഇന്നലെ ആരംഭിച്ച റെസ്ക്യൂ ഓപ്പറേഷൻ പെട്ടെന്ന് അവസാനിപ്പിച്ചത്. ഏതായാലും 22-ാം തീയതി ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു കുറെ കൂടി ഈ ഒഴുക്കിന്റെ ശക്തി കുറയും. അങ്ങനെയാണെങ്കിൽ 22-ാം തീയതി ഈ ഡ്രഡ്ജർ വെച്ചുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ശരി, നന്ദി. M. K. രാഘവൻ MP അദ്ദേഹം ആ വിഷയത്തിൽ ഇടപെട്ട് അവിടെ ചർച്ചകൾ സ്ഥിരമായി നടത്തുന്ന ഒരു ജനപ്രതിനിധി കൂടിയാണ്. ഏതായാലും എല്ലാവരുടെയും ഒരു സഹകരണം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങളിൽ